നമസ്കാരം, VBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. തൊടുപുഴ നഗരസഭാ ഭരണം തൃശങ്കുവിൽ. BJP പിന്തുണയില്ലാതെ ഭരിക്കാനാവില്ലെന്ന സ്ഥിതിയിൽ ഇരുമുന്നണികളും. തൊടുപുഴ നഗരസഭയിൽ UDF-ന് നേരിയ ലീഡ്. മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസിനും വൻ പരാജയം. BJP-ക്ക് പുത്തൻ ഉണർവ്. ഇടുക്കിയിൽ UDF-ന് നല്ല വിജയമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ്. LDF-ന് ഉചിതമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞതായി CPM ഏരിയ സെക്രട്ടറി TR സോമൻ. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അപാകതയുണ്ടായതായി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ. തൊടുപുഴ നഗരസഭ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ കഴിയുന്ന ശക്തിയായി BJP മാറിയെന്ന് BJP സംസ്ഥാന സമിതി അംഗം സന്തോഷ് അറയ്ക്കൽ. നഗരസഭ 21-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുവാൻ UDF-കാർ തന്നെ പണവും മദ്യവും ഒഴുക്കിയെന്ന് സ്ഥാനാർത്ഥി ഷാദുൽ ഹമീദ്. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. തൊടുപുഴ നഗരസഭാ ഭരണം തൃശങ്കുവിൽ. 35-അംഗ കൗൺസിലിൽ 14 സീറ്റുകൾ UDF-ഉം 13 സീറ്റുകൾ LDF-ഉം 8 സീറ്റുകൾ BJP നേടിയതോടെ BJP-യുടെ സഹായമില്ലാതെ ഇരുമുന്നണികൾക്കും ഭരിക്കാനാവില്ലെന്ന സ്ഥിതിയിലെത്തിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ BJP-യും LDF-ഉം നില മെച്ചപ്പെടുത്തിയപ്പോൾ UDF പിന്നോട്ടു പോവുകയായിരുന്നു. കോൺഗ്രസിലെ പ്രമുഖരായ ഷീജ ജയൻ, ആനി ജോർജ്, ജാഫർ ഖാൻ മുഹമ്മദ്, K ദീപക്, നൈറ്റ്സി കുര്യാക്കോസ്, BJP-യിലെ TS രാജൻ, സിജിമോൻ തുടങ്ങിയവർ പരാജയപ്പെട്ടു. 4 സീറ്റുണ്ടായിരുന്ന BJP 8 സീറ്റുകൾ നേടി വൻ വിജയമാണ് തെരഞ്ഞെടുപ്പിൽ നേടിയിരിക്കുന്നത്. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് കക്ഷികൾക്ക് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ UDF-ന് നേരിയ ലീഡ്. മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസിനും വൻ പരാജയം. BJP-ക്ക് പുത്തനുണർവാണ് മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായത്. തൊടുപുഴ നഗരസഭയിൽ LDF-നും UDF-നും ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. പല പ്രമുഖരും UDF-ൽ കാൽവഴുതി വീണു. കോൺഗ്രസ് ഉയർത്തിക്കാണിച്ച ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവരാണ് പരാജയപ്പെട്ടത്. സീറ്റ് നിർണയത്തിൽ കോൺഗ്രസിനുണ്ടായ ഗ്രൂപ്പ് പോരാണ് പരാജയത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ദീർഘകാലം തൊടുപുഴ മുനിസിപ്പാലിറ്റി ഭരിച്ച കോൺഗ്രസിന്റെ ഈ പരാജയം വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വൻ പരാജയമാണ് ഉണ്ടായിരിക്കുന്നത്. ലീഗിന്റെ കുത്തക വാർഡുകളായ 7-ഉം 17-ഉം പരാജയപ്പെട്ടതോടെ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ ലീഗിൽ വിള്ളലുണ്ടായിരിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയ സമയത്ത് എതിർപ്പുകൾ വകവയ്ക്കാതെ ലീഗ് നിർത്തിയ സ്ഥാനാർത്ഥികൾക്കെതിരെ ലീഗിൽ നിന്ന് തന്നെ വിമർശനം ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും മുഖവിലക്കെടുക്കാതെ ലീഗ് നേതൃത്വം മുന്നോട്ട് പോയതാണ് ലീഗിന്റെ ഈ തകർച്ചയ്ക്ക് കാരണം. കേരള കോൺഗ്രസിനും നഷ്ടങ്ങളാണ് ഉണ്ടായത്. കേരള കോൺഗ്രസിലെ മാണി ഗ്രൂപ്പും ജോസഫ് ഗ്രൂപ്പും കാലുവാരിയതിന്റെ ഫലമാണ് കേരള കോൺഗ്രസിന്റെ തകർച്ച. ഇതിനിടയിൽ കോൺഗ്രസും ഇവർക്കെതിരെ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് 13-ാം വാർഡിലെ LDF-ന്റെ വിജയം. LDF ആകട്ടെ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ വൻ തിരിച്ചുവരവാണ് നടത്തിയത്. 6 സീറ്റുണ്ടായിരുന്ന LDF 13 സീറ്റിനാണ് ഇത്തവണ വിജയിച്ചത്. UDF-ന്റെ മിക്ക സിറ്റിംഗ് സീറ്റുകളും LDF പിടിച്ചെടുത്തു. LDF-ന്റെ ഈ തിരിച്ചുവരവ് അണികൾക്ക് ആവേശം പകർന്നിരിക്കുകയാണ്. 4 സീറ്റുണ്ടായിരുന്ന BJP-യാണ് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ താമര വിരിയിച്ച് 8 സീറ്റിൽ മുന്നേറിയത്. പല വമ്പന്മാരെയും പരാജയപ്പെടുത്തിയ BJP തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ നിർണായക ശക്തിയായി മാറിക്കഴിഞ്ഞു. രാഷ്ട്രീയത്തിൽ പാർട്ടിയുടെ സ്വാധീനം ഉയർത്തിപ്പിടിച്ച് BJP കരുത്തു തെളിയിച്ചപ്പോൾ തിരിച്ചടിയായത് UDF-നാണ്. BJP-യുടെ വളർച്ച മുനിസിപ്പാലിറ്റിയിൽ മറ്റു മുന്നണികൾക്ക് ഭീഷണിയായി മാറിയിരിക്കുകയാണ്. തൊടുപുഴ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുമുന്നണികളെയും ഞെട്ടിച്ച് BJP-ക്ക് വൻ മുന്നേറ്റം. കഴിഞ്ഞ തവണ 4 സീറ്റുകൾ ഉണ്ടായിരുന്ന BJP ഇക്കുറി സീറ്റുകൾ ഇരട്ടിയാക്കി. കൂടാതെ 5 സീറ്റുകളിൽ 2-ാം സ്ഥാനത്തുമെത്തി. മുൻ നഗരസഭാ ചെയർപേഴ്സണും ഇക്കുറി ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയുമായ ഷീജ ജയനെയാണ് 4-ാം വാർഡിൽ BJP പരാജയപ്പെടുത്തിയത്. 3-ാം വാർഡിൽ നിലവിലുള്ള കൗൺസിലിലെ അംഗമായ താജുന്നീസയെ 3-ാം സ്ഥാനത്തേക്ക് തള്ളി BJP 2-ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. 6-ാം വാർഡിൽ BJP പരാജയപ്പെടുത്തിയത് കോൺഗ്രസിലെ പ്രമുഖനായ K ദീപകിനെയാണ്. 3, 8, 20, 21, 31 എന്നീ വാർഡുകളിലാണ് BJP 2-ാം സ്ഥാനത്തെത്തിയത്. നിലവിലുള്ള 4 സീറ്റുകളും നഷ്ടപ്പെടാതെ നിലനിർത്താനായതും BJP-യുടെ നേട്ടമാണ്. തൊടുപുഴ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് ഇക്കുറി വൻ വിജയം. കഴിഞ്ഞ തവണ 6 സീറ്റുണ്ടായിരുന്ന സ്ഥാനത്ത് 13 സീറ്റാണ് ഇക്കുറി LDF നേടിയിരിക്കുന്നത്. തുടർച്ചയായ തെരഞ്ഞെടുപ്പ് തിരിച്ചടികളിൽ ഈ വിജയം LDF-ന് നൽകുന്ന ആശ്വാസം ചെറുതല്ല. അടുത്ത വർഷം മെയ്യിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി ലഭിച്ച ഊർജ്ജം കൂടിയാണ് അവർക്ക് ഈ വിജയം. അക്ഷരാർത്ഥത്തിൽ അഗ്നിപരീക്ഷയായിരുന്നു തൊടുപുഴ നഗരസഭയിൽ LDF-നിത്. കോൺഗ്രസിനും ഘടകകക്ഷികൾക്കും പുറമെ BJP കൂടി വെല്ലുവിളി ഉയർത്തിയതോടെ കരുതലോടെയായിരുന്നു LDF-ന്റെ പ്രവർത്തനം.
നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവരുടെ വോട്ട് ഇത്തവണ LDF-ന് ലഭിച്ചു. UDF-ൽ സീറ്റ് വീതം വയ്ക്കുന്നതിൽ തർക്കം നിലനിന്നിരുന്നു. എന്നാൽ LDF-ൽ ഇതുണ്ടായില്ല. കഴിവതും നേരത്തെ പ്രശ്നങ്ങളില്ലാതെ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുവാനും ഇവർക്ക് കഴിഞ്ഞിരുന്നു. വിജയിച്ച BJP സ്ഥാനാർത്ഥികളും പ്രവർത്തകരും തൊടുപുഴ ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി. നിരവധി പ്രവർത്തകരുടെയും വാഹനങ്ങളുടെയും അകമ്പടിയോടെയാണ് പ്രകടനം നടത്തിയത്.